ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബാലൻഡിയോർ പവർ റാങ്കിങ്ങിൽ ഇപ്പോൾ കാതലായ ചില മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ലിവർപൂളിൻ്റെ മോശം പ്രകടനം കാരണം സലാക്ക് ഇപ്പോൾ തിരിച്ചടിയേറ്റിട്ടുണ്ട്. നേരത്തെ നമ്മൾ സ്കോർ 90ൻ്റെ ഒരു ബാലൻഡിയോർ പവർ റാങ്കിങ് പ്രസിദ്ധീകരിച്ചിരുന്നു. റാഫീഞ്ഞയായിരുന്നു ഒന്നാം സ്ഥാനത്ത്. ഇപ്പോൾ goal.com തങ്ങളുടെ ബാലൻഡിയോർ പവർ റാങ്കിങ് പുതുക്കിയിട്ടുണ്ട്. റാഫീഞ്ഞ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. സല പിറകോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതായാലും ഗോളിന്റെ പവർ റാങ്കിങ്ങിലെ ആദ്യ 20 സ്ഥാനങ്ങളിൽ ഉള്ള താരങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കാം. 20ാം സ്ഥാനത്ത് ബൊറൂസിയയുടെ ഗിറാസിയാണ് വരുന്നത്. 19ാം സ്ഥാനത്ത് സ്പോർട്ടിംഗ് CPയുടെ വിക്ടർ ജോക്കേഴ്സ് വരുന്നു. 18ാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഏർലിംഗ് ഹാലൻഡ് വരുന്നു. 17ാം സ്ഥാനത്ത് ലിവർപൂളിന്റെ വിർജിൽ വാൻ ഡൈക്ക് ആണ് വരുന്നത്. ഇനി 16ാം സ്ഥാനത്ത് ബയൺ മ്യൂണിക്കിന്റെ മിഷേൽ ഒലീസെ വരുന്നു. അതുപോലെ തന്നെ 15ാം സ്ഥാനത്തേക്ക് എത്താൻ ന്യൂകാസിൽ യുണൈറ്റഡിന്റെ അലക്സാണ്ടർ ഇസാക്കിന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 14ാം സ്ഥാനത്ത് PSG വീറ്റീഞ്ഞയാണ് വരുന്നത്. 13ാം സ്ഥാനത്ത് ഇന്റർ മിലാന്റെ ലൗട്ടറോ മാർട്ടിനസ് ഇടം കണ്ടെത്തിയിട്ടുണ്ട്. 12ാം സ്ഥാനത്ത് ഹൂലിയൻ ആൽവറസ് അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ താരമാണ്. അതുപോലെ തന്നെ 11ാം സ്ഥാനത്ത് ബയേണിന്റെ ജമാൽ മുസിയാല. 10ാം സ്ഥാനത്താണ് റയൽ മാഡ്രിഡിന്റെ ജൂഡ് ബെല്ലിംഗ്ഹാം ഉള്ളത്. ഇനി 9ാം സ്ഥാനത്തേക്ക് വിനീഷ്യസ് ജൂനിയർ പിന്തള്ളപ്പെട്ടിട്ടുണ്ട്. റയലിന്റെ താരമാണ്. 19 ഗോളുകളും 13 അസിസ്റ്റുകളുമാണ് ഈ സീസണിൽ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത്. 8ാം സ്ഥാനത്ത് റോബർട്ട് ലെവൻഡോസ്കി FC ബാഴ്സലോണയുടെ സ്ട്രൈക്കറാണ്. പെഡ്രി ഇപ്പോൾ 7ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സ്ഥിരതയാർന്ന പ്രകടനം പെഡ്രി ഇപ്പോൾ ബാഴ്സലോണയ്ക്ക് വേണ്ടി നടത്തുന്നു. 6ാം സ്ഥാനത്തേക്കാണ് മുഹമ്മദ് സല ഇപ്പോൾ പിന്തള്ളപ്പെട്ടിട്ടുള്ളത്. ഒരു ഘട്ടത്തിൽ 1ാം സ്ഥാനത്തുണ്ടായിരുന്ന സലാക്ക് തിരിച്ചടി ഏൽപ്പിച്ചത് ലിവർപൂൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നിന്നും പുറത്തായതാണ്. അതിനുശേഷം ന്യൂകാസിൽ യുണൈറ്റഡിനോട് EFL കപ്പിന്റെ ഫൈനലിൽ ലിവർപൂൾ പരാജയപ്പെടുകയും ചെയ്തു. 2 മത്സരങ്ങളിലും സലാക്ക് തിളങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. ഇതോടുകൂടിയാണ് അദ്ദേഹം 6ാം സ്ഥാനത്തേക്ക് ഇപ്പോൾ പിന്തള്ളപ്പെട്ടിട്ടുള്ളത്. 34 ഗോളുകളും 22 അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് എന്നത് നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. 5ാം സ്ഥാനത്തേക്ക് കയറി വരാൻ ഡെംബലേക്ക് കഴിഞ്ഞിട്ടുണ്ട്. PSG താരമായ ഇദ്ദേഹം 31 ഗോളുകൾ 7 അസിസ്റ്റുകൾ ട്രോഫി ഡെസ് ചാമ്പ്യൻസ് സ്വന്തമാക്കിയിട്ടുണ്ട്. മികച്ച പ്രകടനം അദ്ദേഹം നടത്തുന്നു. 4ാം സ്ഥാനത്ത് ഹാരി കെയ്ൻ 35 ഗോളുകൾ 11 അസിസ്റ്റുകൾ. 3ാം സ്ഥാനത്ത് ലാമിൻ യമാൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. യമാൽ ഗംഭീര പ്രകടനം നടത്തുന്നു. 13 ഗോളുകൾ 20 അസിസ്റ്റുകൾ സൂപ്പർ കോപ്പ ഡി എസ്പാന സ്വന്തമാക്കിയിട്ടുണ്ട്. 2ാം സ്ഥാനത്ത് കിലിയൻ എംബപ്പയാണുള്ളത്. റയലിന് വേണ്ടി മികച്ച പ്രകടനം അദ്ദേഹം നടത്തുന്നു. 31 ഗോളുകൾ 5 അസിസ്റ്റുകൾ യുവേഫ സൂപ്പർ കപ്പും ഇന്റർ കോണ്ടിനെന്റൽ കപ്പും അദ്ദേഹം സ്വന്തമാക്കി. 1ാം സ്ഥാനത്ത് റാഫീഞ്ഞയാണ്. കാര്യത്തിൽ തർക്കങ്ങൾ ഒന്നുമില്ല. 31 ഗോളുകൾ 19 അസിസ്റ്റുകൾ സൂപ്പർ കോപ്പ ഡി എസ്പാന റാഫീഞ്ഞ സ്വന്തമാക്കിയിട്ടുണ്ട്. ഇത്തവണ FC ബാഴ്സലോണ യുവേഫ ചാമ്പ്യൻസ് ലീഗും ലാലിഗയും സ്വന്തമാക്കുകയാണെങ്കിൽ റാഫീഞ്ഞ തീർച്ചയായും ആ ഒരു ബാലൻഡിയോർ സ്വന്തമാക്കാനാണ് സാധ്യതകൾ തെളിഞ്ഞു കാണുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.